ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ റൈസ് തന്നെയാണ് കേട്ടോ. അത് സാലഡിൻ്റെ കൂടെയോ അതല്ല എന്തെങ്കിലും നോൺ വെജ് കറികളുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ബസ്മതി റൈസോ കൈമ റൈസോ ജീരകശാല റൈസോ വെള്ളത്തിലിട്ട് വെക്കണം ഒരു 15-20 മിനിറ്റ്. അതിനുശേഷം നന്നായി കഴുകി വെള്ളം വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 2-3 വറ്റൽമുളക് എടുക്കാം. ഞാൻ 2 വറ്റൽമുളക് എടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കഷ്ണം ആക്കി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് എടുക്കുന്നുണ്ട്, കാഷ്യൂ നട്ട്സോ പീനട്ട്സോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. പീനട്ട്സ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ രണ്ടും കൂടെ ക്രഷ് ചെയ്തെടുത്താണ്. ഒരു ടേബിൾ സ്പൂൺ ക്രഷോ പേസ്റ്റോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 3-4 തക്കാളിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി വളരെ കുറച്ച് മല്ലിയിലയും പിന്നെ പുതിനയില എൻ്റെ ഗാർഡനിൽ നിന്ന് പറിച്ചത് ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാലും മതി. ഇനി ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെക്കുക. ഇത്രയും മതി നമ്മുടെ നമ്മുടെ എന്താ പറയുക ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ കടായി വെച്ചു. ഒരു ടേബിൾ സ്പൂൺ ബട്ടറോ ഓയിലോ വെളിച്ചെണ്ണ ഏതാ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിക്കാവുന്നതാണ്. കറുകപ്പട്ട ഇട്ട് കൊടുത്തു. ഒരു 2 ഗ്രാമ്പൂ, ഒരു 2 ചെറിയ ഏലക്കായ, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇപ്പം അധികം ഗരം മസാലകൾ ഇടുന്നില്ല കേട്ടോ. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വറ്റൽമുളക്. ഇനി ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉഴുന്നുപരിപ്പ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഗരം മസാലകളൊക്കെ ഇടാം. അപ്പോൾ ഇത് ഉലുവയാണേ. ഉലുവയും കായം ഇടുന്നുണ്ട്. കായം ഒരു നുള്ള്, ഉലുവ ഒരു നുള്ള്, ഇത് രണ്ടും മതി. ഒരു നുള്ള് മതി, ഒരുപാട് വേണ്ട കേട്ടോ. എന്നിട്ട് ഇനി കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പോൾ ഇതിൻ്റെ എല്ലാ മണങ്ങളും നമ്മുടെ എണ്ണയിൽ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒരുപാടൊന്നും ഫ്രൈ ഒന്നും ആക്കണ്ട. ഇനി സവാള ഇട്ട് കൊടുത്തു. കണ്ടോ, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സവാള വഴറ്റാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം കേട്ടോ. വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു 1/2 അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1/2 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. പിന്നെ 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഞാൻ കശ്മീരി മുളകാണ്. പിന്നെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഞാനതിലിട്ടത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടൊമാറ്റോസ് എല്ലാം ഇട്ട് കൊടുത്തു. ഇനി ടൊമാറ്റോ വേവാനുള്ള കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കിടന്ന് ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മിക്സായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് അടച്ച് വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടും. ആ വെള്ളം വറ്റി നന്നായിട്ട് ഡ്രൈ ആയി ടൊമാറ്റോസൊക്കെ വെന്ത് വരും. ഇതാ തുറന്ന് നോക്കുമ്പം കണ്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ റൈസ്, വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിൽ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2.5 കപ്പ് അല്ലെങ്കിൽ 3 കപ്പ് നിങ്ങളുടെ അരിയുടെ അളവനുസരിച്ചിട്ട് കേട്ടോ. ഞാൻ 3 കപ്പ് ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ അരിക്ക്. അപ്പോൾ ഞാൻ 3 കപ്പിന് കറക്റ്റായിട്ട് എനിക്കത് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അരിയുടെ പ്രാക്ടീസ് അനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് 1, 2, ഞാൻ തിളച്ച വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളം ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും, തണുത്ത വെള്ളത്തിനേക്കാളിലും. അപ്പോൾ നമ്മൾ ഈ അരിയൊക്കെ വെച്ച് വെക്കുമ്പോൾ തന്നെ വെള്ളം തിളപ്പിക്കാൻ അങ്ങ് വെച്ചാൽ മതി, അതും കൂടെ റെഡി ആയിക്കോളും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ടേ. ഇതിനും ബട്ടർ ഇടേണ്ട ആവശ്യമില്ല, കാരണം ടൊമാറ്റോ എല്ലാം കൂടെ വരുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടായിരുന്നു ഇരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇത് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. തുറന്ന് നോക്കുമ്പം നല്ല മണവും നല്ല കറക്റ്റ് വേവുമായിട്ടുണ്ട്. റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്നൊന്ന് വിട്ട് വന്നിട്ടുണ്ട്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. നല്ല അടിപൊളി ടൊമാറ്റോ റൈസ് തന്നെ ആയിട്ടുണ്ട്. ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ സ്റ്റൗവ് ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഇനി സ്റ്റൗവ് ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല, സ്റ്റൗവ് ഓഫാക്കിയിട്ടുണ്ട്. സ്റ്റൗവ് ഓഫാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കടായിൽ തന്നെ വെച്ചേക്കണം. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതൊരു 10 മിനിറ്റോളം ആ കടായിൽ തന്നെ വെക്കണം. അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് അടച്ച് സ്റ്റൗവ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്ന് നോക്കുന്നത് കേട്ടോ. തുറന്ന് നോക്കിയിട്ട് നമ്മൾ സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ റൈസ്, ടൊമാറ്റോ റൈസ്. കളറെല്ലാം കണ്ടോ നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൊമാറ്റോസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നോക്കിയേ, നല്ല ആവി പറക്കുന്ന ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ റെഡി ആയിക്കോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.
ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയറും ചെയ്യണേ. താങ്ക്